നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാചകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം അടയാണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പട. ഞാനിവിടെ 3 വ്യത്യസ്തമായിട്ടുള്ള രുചികളിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ 2 നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കാം. മൂന്നാമത്തേത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു രുചിയാണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ഞാനിവിടെ 3 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. 3 രുചികളിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 അടയിലേക്കും നമ്മൾ കോമൺ ആയിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുപോലെ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ 1 കപ്പ് പൊടിക്കുള്ളതാണ് ചെയ്യുന്നതെങ്കിൽ 1/2 കപ്പ് തേങ്ങ ചേർത്താൽ മതി. 1 കപ്പ് പൊടി കൊണ്ട് നമുക്ക് അത്യാവശ്യം വലിപ്പത്തിലുള്ള 2 അട ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് മധുരമുള്ള അടയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 1/3 പൊടി വേറൊരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മാവുണ്ടാക്കാം. കുറച്ച് അയഞ്ഞ ഒരു മാവായിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പാകത്തിനാക്കി മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാനായിട്ട് പാൻ ചൂടാക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഇതിലേക്ക് മാവ് വെച്ചിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് പരത്താൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് വേവുന്നവരെ ഏകദേശം 1 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മുകളിലൊക്കെ ചെറുതായിട്ട് കളർ മാറുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് നേരം കൂടി വേവിച്ച് കഴിയുമ്പോൾ നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും ഒന്നുകൂടി തിരിച്ചിടാം. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം. അടുത്തത് നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചതിൽ നിന്നും പകുതിയോളം പൊടി ഒരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. 3-4 ചുവന്നുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ ചോപ്പറിൽ നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവാക്കിയെടുക്കാം. ഇതും നന്നായിട്ട് ചൂടായ പാനിൽ എണ്ണ പുരട്ടിയിട്ട് മാവ് വെച്ച് കൊടുത്ത് പരത്തിയെടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം. ഇതും ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളൊരു കോണ്ടിനെന്റൽ ഫ്ലേവറിലാണ് അട ചെയ്യുന്നത്. അതിനായിട്ട് ഇനിയുള്ള മാവിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ എന്ന് പറയുന്നത് ഒരു തരം ചെടിയുടെ ഇലയാണ്. നമ്മൾക്കത് ഉണക്കിയെടുത്ത ഫോമിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. പിസ്സയിലൊക്കെ ചേർക്കുന്ന ഹെർബാണിത്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതില്ലാതെ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തോ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവാക്കിയെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് പാനിൽ ഞാൻ ബട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചാലും മതി. നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. തിരിച്ചിട്ട ശേഷം മുകളിലും കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അട എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നിങ്ങൾക്ക് ഇതിൽ ഏതടയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങളുടെ കമൻസ് അറിയിക്കുമല്ലോ അല്ലേ. മാത്രമല്ല നിങ്ങളിതിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ അട ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.